നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. സ്ഥാവരം ജംഗമം വ്യാപ്തം യത്കിഞ്ചിത് സചരാചരം തൽപദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപാനാമൃതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം സാധിച്ചത് ആ വരികളുടെ അർത്ഥം മനുഷ്യൻ്റെ ധനത്തിനോടുള്ള ഒടുങ്ങാത്ത ആശയെക്കുറിച്ചാണ് പറഞ്ഞത്. തുടർന്നുള്ള വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. സത്തുക്കൾ ചെന്നീരുന്നാലായ അർത്ഥത്തിൽ സ്വല്പം മാത്രം കൂടാ ചില ദുഷ്ടന്മാർ ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിട കൊണ്ടുപോവാനോരുത്തർക്കും പശ്ചാത്താപമോറുള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. അങ്ങനെ ധനം സമ്പാദിക്കുന്ന മനുഷ്യർ അത്യാർത്ഥത്തോടുകൂടി അത്രയും ധനങ്ങൾ സമ്പാദിക്കുന്ന മനുഷ്യർ എത്ര സമ്പാദിച്ചു കൂട്ടിയാലും സജ്ജനങ്ങൾ അത്യാവശ്യത്തിനായി കുറച്ച് പണം ആവശ്യപ്പെട്ടാൽ അവർ കൊടുക്കുന്നില്ല. യാചിച്ചാൽ പോലും സ്വല്പമെങ്കിലും അതിൽ നിന്ന് ആ ദുഷ്ടന്മാർ കൊടുക്കുന്നില്ല. എത്ര തന്നെ സമ്പന്നനായാലും മരിക്കുമ്പോൾ ഒരു ഉടുതുണി പോലും അവന് പരലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, സാധ്യമാകില്ല എന്ന സത്യം അവർ മനസ്സിലാക്കുന്നില്ല. ചിലർ ചെയ്തു പോയ തെറ്റിനെപ്പറ്റി ലവലേശം പോലും പശ്ചാത്താപം തോന്നാത്തവരാണ്. അവർ വിശ്വാസവഞ്ചന ചെയ്യുവാൻ പഠിക്കുന്നവരുമല്ല. അത്രയധികം സമ്പാദിച്ച് വെച്ചവനെ കൊണ്ട് മറ്റൊരാൾക്ക് യാതൊരു ഉപകാരവുമില്ല, നമ്മുടെ സമൂഹത്തിന് യാതൊരു ഉപകാരവുമില്ല. കാരണം ഇരന്നാൽ പോലും അവൻ മറ്റൊരുവനെ സഹായിക്കുകയില്ല. ഇത്രയൊക്കെ സമ്പാദിച്ച് കൂട്ടിയവർ മരിച്ചു പോകുമ്പോൾ ഒന്നും പരലോകത്തേക്ക് കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന സത്യം അറിയുന്നില്ല. ഇതാണ് മനുഷ്യൻ്റെ സമ്പാദിച്ച് കൂട്ടുന്നത് ശരി തന്നെ. ഒക്കെ സമൂഹത്തിന് ഉപകാരപ്രദമായി, സജ്ജനങ്ങൾക്ക് ഉപകാരപ്രദമായി അവനൊന്നും ചെയ്യുന്നില്ല. അവൻ മരിച്ച് പരലോകത്തേക്ക് പോകുമ്പോൾ ഉടുവിന് പോലും ഇല്ലാതെയാണ് പോകുന്നുള്ളതെന്നുള്ള സത്യം എത്ര സമ്പാദിച്ച് കൂട്ടിയാലും എത്ര കോടീശ്വരനായാലും അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ടൊരു കാര്യവുമില്ല എന്ന സത്യം അവൻ മനസ്സിലാക്കുന്നില്ല. ഇതാണ് കവി ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വരികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഏവർക്കും സർവേശ്വരൻ ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണ്ണമായൊരു ദിവസം, ഐശ്വര്യപൂർണ്ണമായൊരു ദിവസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ശുഭ സുദിനം.